മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. സ്വർഗം സമ്മാനമായത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും വിശുദ്ധിയോടെ വളർത്തി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ തിരിച്ച് സ്വർഗത്തിന് കൈമാറുക എന്ന വലിയ ദൗത്യത്തിൽ മാതാപിതാക്കളെ സഹായിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് മധുരമൊഴി. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ഇന്നതിന് നമ്മെ സഹായിക്കാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് എറണാകുളത്തു നിന്നുള്ള പ്രിയപ്പെട്ട സോണിച്ചേട്ടനും ടിൻഡി ചേച്ചിയുമാണ്. ഇവർക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. സോണിച്ചേട്ടൻ ബിസിനസ് ചെയ്യുന്നു, ചേച്ചി ഏഞ്ചൽ സാറിൻ്റെ ധ്യാനങ്ങൾക്കൊക്കെ സഹായിക്കുന്നു, അതുപോലെ തന്നെ ഒരു കൗൺസിലറും കൂടിയാണ്. സ്നേഹപൂർവ്വം കുടുംബത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം നമ്മുടെ ഹോട്ട് സീറ്റിലുള്ള പ്രിയപ്പെട്ട അനി ടീച്ചറാണ്. ചേച്ചി പല പ്രാവശ്യം പല എപ്പിസോഡിൽ വന്നു പോയതാണ്. ചേച്ചി തൃശ്ശൂരുകാരിയാണ്, ഒരു സ്കൂൾ ടീച്ചറാണ്, കണക്കധ്യാപികയാണ്. ചേച്ചി സ്നേഹപൂർവ്വം ഈ മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കൊക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു മനോഹരമായ ഒരു പടവും അതിൻ്റെ അടിയിലെഴുതിയ ഒരു വാചകവും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അത് ഇപ്രകാരമായിരുന്നു. 3 സിസ്റ്റേഴ്സിൻ്റെ പടമാണ്. പുള്ളിപ്രകാരം എഴുതിയിരിക്കുന്നു, 3 സിസ്റ്റേഴ്സിൻ്റെ 3 CMC സിസ്റ്റേഴ്സിൻ്റെ പടം ഇട്ടിട്ട് താഴെ എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ നാടിൻ്റെ 3 മാലാഖമാർ. അതായത് ആ സ്കൂളിൻ്റെ LP സ്കൂളിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ആ നാട്ടിൽ വീണ്ടും പണ്ട് പഠിച്ചു പോയ കുഞ്ഞുങ്ങളും ടീച്ചേഴ്സിനൊക്കെ ഒരു ആദരവ് കൊടുക്കാനായിട്ടുള്ള ഒരു അംഗീകരിക്കാനുള്ള ഒരു അവസരത്തിൽ ഈ 3 സിസ്റ്റേഴ്സ് അവിടെ വന്നു. ഒരു ഏകദേശം 20 വർഷത്തോളം ആ നാട്ടിൽ ശുശ്രൂഷ ചെയ്തിട്ട് പോയ സിസ്റ്റേഴ്സായിരുന്നു. LP സ്കൂൾ മാത്രം പഠിപ്പിച്ച് ആ ഗ്രാമത്തിലെ സെൻറ്റ് സേവിയർ സ്കൂളിൽ പഠിപ്പിച്ച സിസ്റ്റർ മരിയാൻഡോ, സിസ്റ്റർ ഗ്രേസ് മരിയ, സിസ്റ്റർ റാണിജ, ഈ 3 പേരെയും പറ്റി ഒരു സഹോദരൻ നീണ്ടൊരു കുറിപ്പ് താഴെ എഴുതിയിട്ടുണ്ട്. ഇവരാണ് ഞങ്ങൾക്ക് നന്മ പറഞ്ഞു തന്നത്, ദൈവത്തെ കാട്ടി തന്നത്, ഞങ്ങളുടെ നാടിനെ ധാർമ്മികത പഠിപ്പിച്ചത്, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധി, ഒരു ഹൈന്ദവൻ നീണ്ട കുറിപ്പ് എഴുതിയൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ ഒരു ചെറിയ സംസാര വിഷയവും. നമ്മുടെ അധ്യാപകർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തൽ ഫോർമേഷനിൽ പേരൻസ് കൊടുക്കാൻ പറ്റുന്ന സഹായം, അവർക്ക് അതിനുള്ള വലിയ പങ്കിനെ പറ്റിയാണ് ഇന്നത്തെ മധുരമൊഴി ചർച്ചാ വിഷയം. അതുകൊണ്ടാണ് നമ്മുടെ ടീച്ചർ നമ്മോടൊപ്പം ഉള്ളത്. സ്നേഹപൂർവ്വം എല്ലാവരെയും മധുരമൊഴി എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2ാം വത്തിക്കാൻ കൗൺസിൽ വളരെ കൃത്യതയോടെ പറഞ്ഞു വയ്ക്കുന്നു, അധ്യാപനം ഒരു ദൈവവിളിയാണ്. എന്തിനുള്ള ദൈവവിളി? കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്താനുള്ള വലിയൊരു ദൈവവിളി. മാതാപിതാക്കൾ കൊടുത്തിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വത്തിൻ്റെ കൂട്ടുത്തരവാദികളായിട്ടാണ് അധ്യാപകരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതും അവരുടെ കടമയും ഉത്തരവാദിത്വമായിട്ട് സഭ പറഞ്ഞു പഠിപ്പിക്കുന്നതും. നമ്മുടെ അധ്യാപകരിൽ തന്നെ തുടങ്ങാം നമുക്ക്. ചേച്ചി, ഇതെങ്ങനെ ഇതൊരു ദൈവവിളി എന്ന നിലയിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അധ്യാപനം ഒരു മാതാപിതാക്കൾക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ, അവരുടെ മക്കളെ വളർത്തുന്നതായിട്ട് ഫോർമേഷനിൽ കോൺട്രിബ്യൂഷനായിട്ട് അങ്ങനെ ചേച്ചിക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു വെച്ചാൽ, കാരണം ഞാനൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു അധ്യാപികയായിട്ട് പ്രവേശിക്കുന്നത് ജോലിയിൽ. അപ്പം സ്വാഭാവികമായിട്ടും അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കണക്ക് അധ്യാപികയാണ്. അപ്പം എൻ്റെ ഒരു ലക്ഷ്യം, ഞാൻ ചെയ്യുന്ന ജോലി ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിർവഹിക്കണം, കുട്ടികളെ നന്നായി കണക്ക് പഠിപ്പിക്കണം. കാരണം സമൂഹത്തിൽ ഇപ്പോഴും കുട്ടികളൊരു കഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് കണക്ക്. പിന്നെ അതിനപ്പുറത്തൊരു വിളിയാണെന്നൊക്കെ ഒരു ചെറിയ ബോധ്യം ഉള്ളിലുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല ജോലി ചെയ്യുന്നത്, അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ഏഞ്ചൽസ് ആർമി മാഗസീനിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ വായിക്കുന്നത്. അതായത് മാതാപിതാക്കളെ അവരുടെ ദൗത്യത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരുന്നത്, ചുമതല നിർവഹണത്തിൽ സഹായിക്കാനുള്ള അധ്യാപകരുടെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അതിനുള്ള അധ്യാപകരുടെ വിളി അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. വളരെ സുന്ദരവും പ്രാധാന്യമർഹിക്കുന്നതുമാണെന്ന്. എനിക്കതൊക്കെ വായിച്ചപ്പോഴേ അത് പിന്നെ അതിൻ്റെ കൂടെ എഴുതി വെച്ചു, സമൂഹത്തിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഇവരെ ഏറ്റെടുക്കുന്ന ആ ഒരു ദൗത്യത്തിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത്. അപ്പം അതിലതിൻ്റെ കൂടെ ഇങ്ങനെയും ചേർത്ത് വെച്ചിട്ടുണ്ട്, നമ്മളേറെ ശ്രദ്ധയും കരുതലും ഈ ഒരു വിഷയത്തിൽ കൊടുക്കണം. കാരണം അന്ന് വരെ എനിക്ക് അത്ര ബോധ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, സ്റ്റാഫ് റൂമിലൊക്കെ വന്ന് മാതാപിതാക്കൾ പാരൻസ് മീറ്റിംഗ് അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനൊക്കെ വരുമ്പോൾ അവർ പറയേ, അതേ പോകുമ്പോൾ പറയും, മോനെ ശ്രദ്ധിച്ചേക്കണേ, മോളെ ശ്രദ്ധിച്ചേക്കണേ എന്ന് ഞങ്ങളിങ്ങനെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ചു പോകും. ഞങ്ങളങ്ങനെ പറയാൻ പാടില്ല, എന്നാലും അവർ പോയി കഴിയുമ്പോൾ സ്റ്റാഫ് റൂമിൽ പൊതുവെ വരുന്നൊരു കമൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ ഒരാളെ 2 ആളെ നോക്കാൻ പറ്റണില്ല, ഇവിടെ ഞങ്ങൾക്ക് 55 ആളെ നോക്കാനാണ് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോണേന്ന് പറയുന്ന ഒരു കമന്റ്. പിന്നെ ഞാൻ അത് മനസ്സിലാക്കി 2ാം വത്തിക്കാൻ കൗൺസിലാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. അത് ഒന്നുകൂടി എടുത്ത് വായിച്ചപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ എത്രയോ വലിയൊരു ദൗത്യമാണ് ചെയ്യുന്നത്. മാതാപിതാക്കളെ സഹായിക്കാൻ നമ്മൾ എന്തുമാത്രം ശ്രദ്ധയോടെ ഒരു കരുതലോടെ നമ്മൾ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. നമുക്ക് ഈ ചോദ്യം നേരെ ഇങ്ങോട്ടൊന്ന് എടുത്ത് വെക്കാം.
ഈ ഒരു അധ്യാപനം എപ്പോഴും മാതാപിതാക്കൾക്കുള്ള ഒരു സൈഡ് ഹെൽപ്പ്, അല്ലോ സൈഡ് ഹെൽപ്പ് തന്നെ വലിയൊരു ഹെൽപ്പ്. കാരണം വീട്ടിൽ പിള്ളേർ എത്ര മണിക്കൂർ ഉണ്ടായിരിക്കും നിങ്ങളൊപ്പം എലൈവായിട്ട്? അധിക സമയം ഉറങ്ങുന്ന സമയമാണല്ലോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അല്ലാതെ പേരൻസ് ടീച്ചേഴ്സിനൊപ്പമാണ് ശരിക്കും ഒരു 6-7 മണിക്കൂറൊക്കെ ഫ്രഷ് ആയിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ടൈം ടീച്ചേഴ്സിനൊപ്പം. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഗുണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതിനെ പറ്റി നിങ്ങൾ എങ്ങനെ നോക്കുന്നത്? എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സിൽ നിന്ന് ഒത്തിരി ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങൾക്കും ടീച്ചേഴ്സിൽ നിന്ന് ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം രണ്ടാമത്തവൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 4th സ്റ്റാൻഡേർഡിലാണ്. 3ാം സ്റ്റാൻഡേർഡിലായ സമയത്ത് ഇതുപോലെ ഒത്തിരി കുസൃതിയും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു, നെഗറ്റീവ് മാർക്സും ഒക്കെ ഉണ്ടായിരുന്നു, പുള്ളിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ കമൻറ്റ് പറഞ്ഞു, ഇവൻ ഒരിക്കലും ഐ കോണ്ടാക്ട് തരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ ടീച്ചറിനെ പോയി കാണുകയും ഈ വീട്ടിൽ ഇവൻ്റെ ഒബ്സർവേഷൻ രീതികൾ എങ്ങനെയാണ് പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ അവൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നേരെ ചിലപ്പം നമ്മളെ നോക്കി കാര്യങ്ങൾ കേൾക്കുന്നില്ല എങ്കിലും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതി അവനുണ്ട്. അപ്പോൾ അവൻ്റെ ഇങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഒബ്സർവ് ചെയ്ത് ഞാൻ ടീച്ചറിനോട് പറയുകയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവന് കൂടുതൽ പഠിക്കാനും അല്ലെ അവന് കുറച്ചുകൂടെ ശ്രദ്ധിക്കാനും ഒക്കെ ഉള്ള. അപ്പോൾ അങ്ങനെ അറിഞ്ഞപ്പോൾ ടീച്ചറിന് കുറച്ചുകൂടെ എളുപ്പമായി അവൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവൻ്റെ ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സമയത്തും പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി വെറുതെ ഇരിക്കുന്ന സമയമില്ല. കാരണം എല്ലാ സമയത്തും ഇങ്ങനെ കൊന്തേലിക്കൊണ്ടിരിക്കും ടീച്ചർ. ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്ലാസ് ടീച്ചറിനോട് എനിക്ക് വളരെ ഫ്രീഡം ഉണ്ടായിരുന്നു ഇവനെ പറ്റി സംസാരിക്കാനും. ഇങ്ങനൊരു കാര്യമുണ്ട്, അപ്പോൾ ടീച്ചറും ചില കാര്യങ്ങൾ നമ്മളോട് ശ്രദ്ധിക്കാൻ പറയുന്നതും. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും നല്ലൊരു സെങ്ക് ആയതുകൊണ്ട് അവനിലൊരു നല്ല ഫോർമേഷനും പുള്ളിക്കാരുടെ ഒരു പ്രാർത്ഥനയും കേട്ടോ, തീർച്ചയായിട്ടും. കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ഈവനിൽ എനിക്ക് തോന്നുന്നു ഈ 4th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴത്തേക്കിനും അവനൊരു വല്ലാത്ത ചേഞ്ച് ഈ ഒരു ടീച്ചറിന്റെ ഇൻഫ്ലുവൻസും പ്രാർത്ഥനയും. എനിക്ക് തോന്നുന്നു അത് പേരൻസും ടീച്ചേഴ്സും എടുക്കുന്ന ആ ഒരു കോപ്പറേഷനിൽ നിന്ന് വരുന്ന ഒരു വലിയ ഫ്രൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി ഇപ്പോൾ PG ഒക്കെ കഴിഞ്ഞു, നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞ സംഭവം ഓർക്കുന്നുണ്ട്. ഇവിടെ ചെറുപ്പത്തിൽ ഒരിക്കലും സ്കൂളിൽ പോകുന്നില്ലേ, അപ്പോൾ സ്കൂളിൽ പോകാനുള്ള സ്കൂൾ ബസ് എത്താറാകുമ്പോൾ ഇല്ലാത്ത വയറുവേദനയും തലവേദനയൊക്കെ എവിടെ നിന്നേലൊക്കെ ഓടി വരും. മിക്ക ദിവസം സ്കൂളിൽ പോവില്ല. അപ്പോൾ വീട്ടുകാരൊക്കെ പറയുന്നു സൈക്കോളജിക്ക് അങ്ങനെയല്ല, ആദ്യത്തെ ഇവാലുവേഷൻ അതാണല്ലോ, മാനസിക രോഗമാണ്, ഇതാണ് സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. അതുകൊണ്ട് അവസാനം കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ 2 ഇതാണ്, മൊത്തം ചെക്കപ്പ് ചെയ്തിട്ട് ഒരു അസുഖമില്ല കൊച്ചിന്. ഡോക്ടർ 2 സൊല്യൂഷൻസ് പറഞ്ഞു. ഒന്നുകിൽ നിങ്ങൾ സ്കൂൾ മാറ്റുക, രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ പോയി ആ ടീച്ചേഴ്സിനെ ക്ലാസ് ടീച്ചറെ കണ്ട് സംസാരിക്കുക. 2 ഓപ്ഷൻ പറഞ്ഞോളൂ. സ്കൂൾ മാറ്റാൻ അവർക്ക് താല്പര്യമില്ല, വളരെ പേരെടുത്ത സ്കൂളാണ്. ഇവർ പേരൻസ് കൊച്ചിനെ കൊണ്ട് ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടി പോയി. ടീച്ചറിനെ കാണാൻ വേണ്ടി പോയിട്ട് ടീച്ചറോട് സംസാരിച്ചു, ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. യു വോണ്ട് ബിലീവ്, എൻ്റെ ക്ലൈമാക്സ് പറയുന്നത് ഈ കൊച്ചു അവിടുന്ന് 10th പ്ലസ് ടു കഴിഞ്ഞ് പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അക്കാഡമിക് ലെവലിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് മാർക്ക് മേടിച്ച് പോയി. ഇപ്പോൾ ഡിഗ്രിക്കും PG ക്കൊക്കെ നല്ല മാർക്ക് മേടിച്ച് പാസ്സായ വിശുദ്ധ കുട്ടി. ഇവിടെ പറയുകയാണ്, അന്ന് എൻ്റെ ടീച്ചേഴ്സ് അവർക്ക് സ്റ്റാഫ് റൂമിൽ പോയിട്ട് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് അവർ തമ്മിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരെന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുമായിരുന്നുള്ളത്. ഇതൊരു വലിയൊരു എന്താ പറയുക, ഒരു ക്യൂറിംഗ് ഒക്കെയാണ്. ഭയങ്കര പേരൻസ് കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും വലിയൊരു ക്യൂറിംഗ് ആണത്. ഇപ്പോൾ ടീച്ചറിൻ്റെ ഒരു ടീച്ചർ എന്നതിൽ ഒത്തിരി അനുഭവങ്ങൾ കാണുമല്ലോ, ഒരു എക്സ്ട്രാ പെയിൻ എടുത്ത് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനൊക്കെ പറ്റിയ അവസരങ്ങൾ. ഞാനിപ്പോൾ ടിൻഡു പറഞ്ഞപ്പോൾ ഓർക്കുമായിരുന്നു ആ ടീച്ചറെ കൊന്ത് ചെല്ലണമെന്ന് പറഞ്ഞ കാര്യം. അപ്പം നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു ശ്രദ്ധയോടെ, ആ ഇതിലെങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരുന്നത് ശുഷ്കാന്തിയോടെയുള്ള ഒരുക്കം എന്നാണ് ആ വാക്ക്. കാരണം വല്ലാതെ സ്പർശിച്ചു. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ നമ്മളും പരാജയപ്പെടുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ദൈവമായിട്ടുള്ള ആ ഒരു വ്യക്തിപരമായ ബന്ധം നമ്മളത് നന്നായിട്ട് ബിൽഡ് ചെയ്യുമ്പോഴാണ് ഈ കൊച്ചുങ്ങളെ ഒന്ന് കറക്റ്റായിട്ട് ഫോം ചെയ്യാനോ അവരെ ശ്രദ്ധിക്കാനൊക്കെ നമുക്ക് പറ്റാറ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, നമ്മൾ എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും ആ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ രാവിലെ പോയിട്ട് ക്ലാസ്സിലോട്ട് നമ്മൾ പോകുന്ന സന്ദർഭങ്ങളിൽ കുട്ടികളിൽ നിന്നും പാരൻസിൽ നിന്നും ഒക്കെ നമുക്ക് ആ കമൻസ് കേൾക്കാം. ടീച്ചറെ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വലിയ എഫേർട്ടൊന്നും എടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ അവർക്കത് വളരെ രസമായിട്ട് മനസ്സിലാവുന്ന രീതിയൊക്കെ. ഞാൻ ആലോചിക്കും, കഴിഞ്ഞ വർഷം എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി അവൻ നല്ല മിടുക്കനാണ്, ബാക്കി എല്ലാ സബ്ജക്റ്റിലും 90%, പക്ഷെ മാത്സ് മാത്രം അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ക്ലാസ്സിൽ ഒരിക്കലും നമ്മുടെ ഒപ്പം ചെയ്തെത്തില്ല. ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ കൊടുക്കുമ്പോൾ ഒരിക്കലും കുട്ടിക്ക് നമ്മുടെ ഒപ്പം എത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, ഞാനോട് വിളിച്ചു പറഞ്ഞു പേഴ്സണലി. പക്ഷെ നമ്മൾ പറഞ്ഞൊക്കെ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു കൊടുക്കാൻ നോക്കുമ്പോൾ കുട്ടി പെട്ടെന്ന് ഇങ്ങനെ പകയ്ക്കണതായിട്ട് നമുക്ക് മനസ്സിലായി. ഞാൻ പാരൻസിനോട് സൂചിപ്പിച്ചു, ഒന്ന് ശ്രദ്ധിക്കണം, എന്നാലാണ് അവനെ ഒന്ന് പൊക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊന്നും ചെയ്തിട്ട് അവനിൽ ഈ വിഷയത്തിൽ വലിയ മാറ്റം കാണാനില്ല. അങ്ങനെ ലാസ്റ്റ് ഹാഫ് ഇയർലി എക്സാം എത്തിയപ്പോഴും അവന് മാത്തമാറ്റിക്സിൽ കിട്ടി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പേപ്പർ കറക്റ്റ് ചെയ്തപ്പോൾ അവന് കിട്ടിയ മാർക്ക് ഡിജിറ്റ് മാർക്കാണ്. സിംഗിൾ ഡിജിറ്റ് ആണ് മാർക്ക്. അപ്പം അങ്ങനെ ഹാഫ് ഇയർലി പരീക്ഷയുടെ പേപ്പർ കൊടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഇവനെ കാണാനില്ല, സ്കൂളിൽ അവൻ വരുന്നില്ല.
അപ്പം ഒരു ദിവസമായി 2 ദിവസമായി 3 ദിവസമായി. അപ്പം ഈ ക്ലാസ് ടീച്ചർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞു ഇനി അവനെ സ്കൂളിലോട്ട് വിടണില്ല. അപ്പം എൻ്റെ ഉള്ളിൽ അതൊരു വേദനയായിട്ട് മാറി. കാരണം നമ്മുടെയാണ് വിഷയം. കുഴപ്പമില്ല. കാരണം ഒരു ഇംഗ്ലീഷൊക്കെ ഹൈ മാർക്കാണ്, 90%. എല്ലാത്തിനും മിടുക്കനാണ്, ടീച്ചേഴ്സിനെ സഹായിക്കാനും ബാക്കി എല്ലാ കാര്യത്തിനും അവൻ എക്സ്ട്രാ ഓർഡിനറി ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, അപ്പോൾ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മേ 3 ദിവസമായി കുട്ടി വരാം. അവൻ +1 പഠിക്കുകയാണ് അവിടെ. 3 ദിവസമായി വരാണ്ടായിട്ട്. അപ്പോൾ അമ്മ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് അമ്മയ്ക്കൊരു ഉത്തരവാദിത്തമില്ലേ ഈ കുട്ടിയെ വിളിക്കേണ്ടത്? അത് കേട്ടോട് കുഞ്ഞുങ്ങളുടെ ഫീലിംഗ് ഞാൻ ശരിക്കും എൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി എന്നൊക്കെ നമ്മൾ പറയണ പോലെ സംഭവിച്ചു. ഞാൻ അപ്പം തന്നെ ഫോൺ എടുത്ത് കൊച്ചിൻ്റെ വീട്ടിലോട്ട് വിളിച്ചപ്പോൾ അമ്മയാണ് ഫോൺ എടുത്തത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല ടീച്ചറെ, അപ്പച്ചന് എന്ത് ചെയ്താൽ സമ്മതിക്കില്ല, വിടില്ല, സ്കൂളിലോട്ട് ഇനി പറഞ്ഞയക്കണില്ല എന്ന് പറഞ്ഞു. ഇനി അവനെ പറഞ്ഞയക്കില്ല, അവൻ്റെ കണ്ടിന്യൂ ചെയ്യേണ്ട, കാരണം അവനെ മാക്സിമം അവർ പരിശ്രമിച്ചു, എന്നിട്ട് അവനിലൊരു മാറ്റില്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അമ്മ ചോദിച്ചു, ഞാൻ അപ്പച്ചൻ്റെ ഫോൺ കൊടുത്തു. ഞാൻ പറഞ്ഞു, കൊടുത്തു, അപ്പച്ചൻ്റെ ഫോൺ കൊടുത്ത ടീച്ചർ ഒന്ന് സംസാരിച്ച് നോക്കുന്നു പറഞ്ഞു. ഞാൻ അപ്പച്ചൻ്റെ ഫോൺ കൊടുത്തപ്പോൾ ഇങ്ങനെ ടീച്ചർ ഈ കാര്യം പറയാനാണെങ്കിൽ എന്നോട് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ പറയണതൊന്ന് കേൾക്ക്. അപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞൊരു വേദന, അത് ഇന്നത്തെ ഒരു സമൂഹം വരുത്തി വെച്ചിരിക്കുന്ന ഒരു വിനയാണ്. എന്നോട് പറഞ്ഞു, ഈ കുട്ടീനെ നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്താൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ 100% നഷ്ടപ്പെടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, 100% പോയിക്കോട്ടെ. പക്ഷെ അത് നമ്മൾ ഇന്നത്തെ സമൂഹം ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. കാര്യം അതിൽ ഞാനൊക്കെ ഉൾപ്പെടുന്നെങ്കിൽ പോലും ഞാൻ പറയാണ്, നമ്മൾ ഞാൻ പറഞ്ഞു, സാരല്ലേ, ഒരു കാര്യം ചെയ്യാം, അവന് ഇത്രയും നാൾ സ്കൂളിൽ വന്നതല്ലേ, ഒരു ഇച്ചിരി നാളും കൂടിയല്ലേ, അവനെ ഒന്ന് എന്തായാലും പറഞ്ഞേക്ക്, തോൽക്കോ അതൊന്നും അല്ല ഇവിടെ വിഷയം, അവനെ വിട്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, അവനൊരു പേഴ്സണൽ കെയർ ഞാൻ കുറച്ച് ദിവസം ഒന്ന് കൊടുക്കാം, ഒരാഴ്ച എൻ്റെ അടുത്തോട്ടൊന്ന് ക്ലാസ് ടൈമിന് ശേഷം ഞാനൊന്ന് കെയർ ചെയ്യട്ടെ, എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവന് വിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സമ്മതിച്ചില്ല, ഞാൻ ആലോചിച്ചിട്ട് പറയാം. കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഇച്ചിരി എക്സ്ട്രാ എഫേർട്ട്, ഞാൻ അതാ പറഞ്ഞത്, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. ധാരാളം ചെയ്യുന്ന ഒരുപാട് അധ്യാപകരുണ്ട് കേട്ടോ നമുക്ക് അവിടെ നമ്മുടെ സാഹചര്യത്തിലൊക്കെ. ചേച്ചി ഇപ്പം പറഞ്ഞ സമയത്താണ് ഈ മാത്സ് ഞാൻ മിക്കവരും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൊച്ചുങ്ങളും എൻ്റെ മൂത്ത 2 പേരും ഇതേ പ്രശ്നം വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്സ് ഇതാരായി മാത്സ് കണ്ടുപിടിച്ചു, മാത്സിന് ജയിച്ചില്ല, എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ പ്രശ്നം. അപ്പോൾ 2 പേരും 2 രീതിയിലാണ്. അപ്പം മൂത്തവള് വന്നിങ്ങനെ, ജോഹന വന്നിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഇതാണ് ഒന്ന്, ടീച്ചർ ഒത്തിരി പേരെ കൈകാര്യം ചെയ്യുവാണ്. അപ്പം നിന്നെ തന്നെയായിട്ട് ശ്രദ്ധിക്കാൻ ചിലപ്പം പ്രയാസം വരത്തില്ല, അറിയത്തില്ല, പക്ഷേ കുറച്ചുകൂടെ നീ ശ്രദ്ധിച്ചിരിക്കുക, ടീച്ചറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കാരണം ടീച്ചറും ഒരു വീട്ടിൽ നിന്ന് വരുന്നതല്ലേ, മോളെന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അമ്മ നിങ്ങളെയൊക്കെ വിടുന്നത് എന്ന് പറഞ്ഞ പോലെ ടീച്ചറും അതുപോലെ ഒരു ഫാമിലി സെറ്റിങ്സിലുള്ള ആളാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണും. അപ്പോൾ ടീച്ചറെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, അത് മാത്സ് മനസ്സിലാകാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിന്റെ കാവൽമാലാഖയോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് സൺഡേ സ്കൂളിൽ നിന്ന് ഒരു ഗിഫ്റ്റ്, ഒരു കാവൽമാലാഖയുടെ ഫോട്ടോ ഒക്കെ കിട്ടിയായിരുന്നു. പുള്ളിക്കാരി അത് മാത്സിൻ്റെ ബുക്കിനകത്തൊക്കെ വെച്ച് കാവൽമാലാഖയോടൊക്കെ പ്രാർത്ഥിച്ച്, പിന്നീട് കൊച്ച് ഈ വർഷങ്ങളിൽ, പിന്നെ തൊട്ടടുത്ത വർഷങ്ങളിലേക്ക് വന്നപ്പോഴത്തേനും മാത്സ് എൻ്റെ ഈസി സബ്ജക്റ്റ് അമ്മ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു ഇമ്മാനുവലും. കഴിഞ്ഞ ഈ വർഷം തന്നെ ഇതുപോലെ തന്നെ മാത്സ് മിസ്സിന് എന്നോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ ഒരിക്കലും അല്ല, മാത്സ് മിസ്സിന് എന്നോട് ഇഷ്ടം വരാത്ത എന്തുകൊണ്ടാണ്, നീ മാത്സ് മിസ് എൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നില്ല, ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനത്തെ ചില അതൊന്നും ചെയ്ത് നോക്കിക്കേ. അങ്ങനെ ചെയ്ത് നോക്കിയപ്പം കുറച്ച് നാൾ കഴിയുമ്പം കൊച്ചും പറഞ്ഞാൽ തുടങ്ങി, എൻ്റെ മാത്സ് മിസ്സിന് ഇപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയൊരു സുവിശേഷമാണ് ഇപ്പോൾ ചേച്ചി പറഞ്ഞു വെച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ഒന്ന് നിർബന്ധിക്കണം, നമ്മുടെ വിഷയങ്ങളെ സ്നേഹിക്കാനും വിഷയം പഠിപ്പിക്കുന്നവരെ. പല കുഞ്ഞുങ്ങളും പല വിഷയങ്ങൾക്കും പഠിക്കാൻ പറ്റാതെ പോകുന്നു, അവർ കുഞ്ഞാൾ കിട്ടിയ മുറിവുകളൊക്കെ ഉണ്ട്, ടീച്ചർമാരുടെ വെറുപ്പുണ്ടാവും. അതെ അതെ. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാറ്, തൃശ്ശൂരിലെ ഒരു ഫേമസ് ആയിട്ടൊരു സാറ് പറഞ്ഞൊരു സെന്റൻസ് എന്നെ ഭയങ്കരമായിട്ട് ഇതുപോലെ സ്ട്രൈക്ക് ചെയ്തു. ഒരു ടീച്ചർക്ക് വേണ്ടത് ഒരു അപ്പൻ്റെയും അമ്മയുടെയും മനസ്സാണ്. എന്നിട്ട് കൂട്ടിച്ചേർത്ത കാര്യം ഇങ്ങനെയാണ്, നമ്മൾ ഒരിക്കലും ഒരു അപ്പനും അമ്മയും മക്കളെ എത്ര മോശപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിൽ എത്രയൊക്കെ നമ്മൾ വികൃതി കാണിക്കുന്നത് ഒരിക്കലും ഇറക്കി വിടൂല പുറത്തോട്ട്. പക്ഷെ ടീച്ചേഴ്സ് എപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന പാളിച്ചകളുടെ പുറത്ത് ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ച ഒരുപാട് അനുഭവങ്ങളുള്ള കുട്ടികളുണ്ടാവും. പക്ഷെ സാറ് പറയും, ഒരു അപ്പൻ്റെ അമ്മയുടെ മനസ്സ് നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയരുത്. പലപ്പോഴും അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ദയവ് ചെയ്ത് ഇവിടെ ഞങ്ങൾ കൂടെ എല്ലാവരും കൂടി ഇരുന്ന് ടീച്ചർമാരെ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. ഇത് മറിച്ച് അവർ നമുക്ക് നൽകിയ വലിയ ഗുണങ്ങളും നമ്മുടെ ജീവിതം, ഞങ്ങളുടെ എല്ലാവരും ജീവിതത്തിൽ നൽകിയ വലിയ കോൺട്രിബ്യൂഷനൊക്കെ നന്ദിയോട് ഓർക്കുകയാണ്. അവരുടെ വലിയൊരു റോള് കുടുംബത്തിലേക്ക് വീണ്ടും ഉണ്ടെന്ന് ഒന്ന് ഓർപ്പിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ, അപ്പോൾ ഞാനിങ്ങനെ ഈ കൊച്ചിനെ കെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലുള്ള മക്കളെല്ലാവരും കൂടി ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയിട്ടാണ്. അവരുടെ ഒരു അവര് ചോദിക്കും, അവരുടെ ഒരു പെയിൻ അവർ ചോദിക്കൂ, ചെറിയ ആൾ വരെ ചോദിക്കും, അമ്മ എങ്ങനെയുണ്ടാ ചേട്ടൻ, അമ്മ അവരത് ചോദിക്കും. അപ്പോൾ ഞാൻ മോഡൽ എക്സാമിന് കുറച്ച് നാളുകൾ ഉണ്ടായിട്ടുള്ളൂ. മോഡൽ എക്സാം ആയപ്പോഴേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി.
മാർക്കിൽ നല്ല വ്യത്യാസം. അത് കഴിഞ്ഞ് ഫൈനൽ എക്സാമിനേക്ക് വലിയൊരു ഹൈക്കല്ല, പക്ഷെ നല്ല ഒരു ചേഞ്ചോട് കൂടി ഇന്ന് നല്ലൊരു കോളേജിൽ ശരിക്കും അഡ്മിഷൻ കിട്ടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വെച്ചാൽ ഈ ടീച്ചേഴ്സ് പറയുന്നത് ഇവർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ LP ആ ഒരു ക്ലാസ്സിലെന്ന് പറയുമ്പം ടീച്ചർ എഴുതിയ ലെറ്ററിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വെച്ച് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. കാരണം ടീച്ചർമാര് ഞങ്ങളുടെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അമ്മ പറയണ്ട എന്റെ ടീച്ചർ ഇങ്ങനെയാണ്. അമ്മയ്ക്ക് തെറ്റ് പറ്റിയാൽ എന്റെ ടീച്ചർ. അപ്പൊ ഇത് ഞങ്ങളൊരു ഇൻസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ഒരു കുറച്ച് നാൾ മുന്നേ ഒരു മഴ നന്നായിട്ട് കിട്ടാഞ്ഞൊരു സമയം ഉണ്ടായിരുന്നല്ലോ. ഭയങ്കര ഡ്രൈ ആയിട്ടിരുന്ന സമയത്ത് മഴ പെയ്യാൻ വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം ഞാൻ ഈ LP സ്കൂളിൽ ഈ നേരത്തെ പറഞ്ഞ ആ ടീച്ചർ തന്നെ പുള്ളിക്കാരി ഇങ്ങനെ കൊന്തയില്ലുകയും പിള്ളേരോട് പറയുകയും ചെയ്യും, മക്കളെ മഴ പെയ്യാൻ പ്രാർത്ഥിക്കണം കേട്ടോ, ഇവരോടൊക്കെ പറയുകയും ചെയ്യും. അപ്പം LP സ്കൂളിലുള്ള എല്ലാ ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ള പിള്ളേർക്കും പുള്ളിക്കാരിയെ ഫെമിലിയറാണ്, ഇങ്ങനെ പറയും. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു, ശക്തമായ മഴ. ഉടനെ ഞങ്ങളുടെ രണ്ട് പിള്ളേരോട് ഉടനെ ഉറക്കെ പറയാണ്, ഇത് ഞങ്ങളുടെ ജെസ്സി മിസ് പ്രാർത്ഥിച്ചിട്ടാണ് ഈ മഴ പെയ്തേക്കുന്നത്. മിസ് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഈ മഴ പെയ്തത്. അതുപോലെ നേരത്തെ അച്ഛൻ പറയില്ലേ ടീച്ചേഴ്സിന് നമ്മൾ ഇതിങ്ങനെ പറയുകയാണെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ഞാൻ എൻ്റെ രണ്ടാമത്തെ മോള് ഒരു കമൻറ്റ്, നമ്മൾ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വന്നു, അവിടെ ഇങ്ങനെ ഞാൻ ചായ കുടിക്കാതിരിക്കുന്ന സമയത്ത് കൊച്ച് പറഞ്ഞൊരു കമൻറ്റ്, എൻ്റെ മിസ് സ്വർഗത്തിൽ പോവും അമ്മയെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, അമ്മ സ്വർഗത്തിൽ പോകുന്ന എൻ്റെ മിസ് ഈ പേര് പറയാം നമുക്ക് പറയട്ടെ, രജനി മിസ് എന്തായാലും സ്വർഗത്തിൽ പോവാമെന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വളരെ ആകാംക്ഷയോട് ചോദിച്ചു എന്താ മോളെ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അവള് പറഞ്ഞു, മോറൽ സയൻസ് മിസ് പഠിപ്പിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹിന്ദു ടീച്ചറാണ്, അത്ര ഇൻസ്പയർഡ് ആണ്. പിന്നെ അവൾ പറഞ്ഞ കാര്യം ഇതാ, മിസ് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വളരെ കുറവേ ഇങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടുള്ളൂ അമ്മേ, അതായത് മിസ്സിന് ഓർമ്മയുണ്ട് അത്ര കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അത്രയും അപ്പൊ ഈ കുട്ടിയുടെ ഉള്ളില് ഈ മിസ് സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ ആ ഒരു ഇത് ഇന്ന് തന്നെ മിസ്സിന് പഠിപ്പിക്കുമ്പോൾ മിസ്സിന്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിലെ എക്സ്പീരിയൻസസ് ഒക്കെ വെച്ചാണ് പറയുന്നത്. നമ്മൾ ഈ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ടീച്ചർ കഥാപാത്രം ഉണ്ടല്ലോ. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ചാക്കോ മാഷാണല്ലോ. സ്പടിക സിനിമയിലെ ചാക്കോ മാഷ ഇല്ലാതെ നമ്മൾ ഒരു ടീച്ചേഴ്സിന്റെ ആഘോഷങ്ങളോ ട്രോളുകളോ ഒന്നും അവസാനിക്കാറുണ്ട്. ചാക്കോ മാഷും ആടുതോമയും നമുക്ക് അധ്യാപനത്തിലെയും ശിക്ഷണത്തിലെയും എവരെങ്കിലും കഥാപാത്രം ടിപ്പിക്കൽ മോഡൽസ് ആണ്. അപ്പോൾ ഇത് സംവിധാനം ചെയ്ത ഭദ്രൻ സാർ, അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു, ഭദ്രൻ സാറിൻ്റെ സിനിമയായിരുന്നു ഈ സ്പടികം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാല അനുഭവം ഒരിക്കലും ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഷെയർ ചെയ്ത് എൻ്റെ സുഹൃത്ത് കേട്ടത് എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ചില അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് ഒരു കാരണമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു വെച്ചത്, അദ്ദേഹം ഈ മാത്സ് ആണല്ലോ എപ്പോഴും കണക്കാണ് വില്ലൻ, കോമൺ വില്ലൻ കണക്കാണ്. അപ്പോൾ കണക്കിൽ നല്ല പൂറായിരുന്നു. അപ്പോൾ അവനെ ചെറിയ ക്ലാസ് വെച്ച് ടീച്ചർ ഇറക്കി വിട്ടുമ്പോൾ പുറത്തിറങ്ങി ഇങ്ങനെ സന്തോഷം, പലരുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലോ, ഒറ്റയ്ക്ക് ഇറക്കി വിട്ടുള്ള ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഇവൻ അതുവഴി ഇവരുടെ പ്രധാന അധ്യാപകൻ പോയപ്പോൾ അത് കണ്ട് അപ്പോൾ ഇവർ ഞെട്ടി. പ്രധാന അധ്യാപകൻ പിടിച്ചു കഴിഞ്ഞ ഇഷ്യൂ ആണ്, വീട്ടിൽ നിന്ന് ആളെ വിളിപ്പിക്കും. അപ്പോൾ പുള്ളി ഇപ്പോൾ ഇവർ പേടിച്ച് ഇങ്ങനെ ഒതുങ്ങി ഒക്കെ റെഡിയായിട്ട് ഇരിക്കുക, ഇപ്പോൾ പണി കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. അദ്ദേഹം വന്നിട്ട് ഇവനെ വിളിച്ചു മുറിയിലേക്ക് കൊണ്ടുപോയി. ചോദിച്ചിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. സാറേ ഇങ്ങനെ മാത്സിന് തോറ്റുപോയി, എത്രയാണ് അപ്പം 3, 4, 7 അങ്ങനെ മാർക്കുകളൊക്കെ ഉള്ളൂ, എല്ലാം സിംഗിൾ ഡിജിറ്റ് മാർക്കാണ് ഇതിനൊക്കെ. അപ്പോൾ നിനക്ക് ബാക്കിക്കൊക്കെ മാർക്കുണ്ട്, അപ്പോൾ ബാക്കിക്കൊക്കെ മാർക്കുണ്ട്, അത്യാവശ്യമൊക്കെ ഉണ്ട്, മാത്സ് പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ 3 എത്ര അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 3 6 അത് ആർക്കാ സാറേ അറിയാൻ പോലത്തെ. അപ്പോൾ 4 നിന്ന് 2 കുറച്ച് എത്രയാണെന്ന് ചോദിച്ചു. 4 നിന്ന് 2 കുറച്ചാൽ 2 ആണ്. 5 × 5 എത്രയാണ്? അത് 25 നിനക്ക് മാത്സ് അറിയത്തില്ല ആരാ പറഞ്ഞു? ഓനെ എനിക്ക് അപ്പോൾ ഇവൻ പറയാം, അന്നേരമാണ് എൻ്റെ ഭദ്രൻ സാർ പറയണം, അന്നേരമാണ് എൻ്റെ ഒരു വിശാലമായ ലോകം വരുന്നത്, എനിക്കിതൊക്കെ അറിയാം. എന്നിട്ട് ഇത് ഇവൻ്റെ ഒരു ഇദ്ദേഹത്തിന് വലിയ ടേണിംഗ് പോയിന്റ് ആണ്. ഇദ്ദേഹത്തിന് അതിൻ്റെ സാറ് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നിനക്ക് മാത്സ് പഠിക്കാൻ വെളിയൊന്നും ഉണ്ടാവത്തില്ല, എല്ലാവരും കണക്കിൽ പുലിയാവേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് വേറെ ചില മലയാളത്തിലായിരിക്കാം, എഴുതാനായിരിക്കാം, വരക്കാനായിരിക്കാം, അത് നമ്മളിങ്ങനെ പതുക്കെ അറിഞ്ഞു പോകാനുള്ള സമയമൊക്കെയാണ് സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ഒന്ന് വഴിതിരിച്ചു വിട്ടു. അത് വലിയൊരു തിരിച്ചറിവാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം നല്ല സിനിമകൾ ഉണ്ടാവാനും നമുക്കൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത ചാക്കോ മാഷിനെയൊക്കെ സമ്മാനിക്കാനൊക്കെ പറ്റിയത് ഇതുപോലെയുള്ള ചില അധ്യാപകരുടെ മുറിവേൽപ്പിക്കപ്പെടാത്ത മനോഹരമായ തിരുത്തലുകൾ കൊണ്ടാണ്. ടീച്ചർ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് മുറിവേൽക്കാതെ അവരെ ഒത്തിരി അവരുടെ വിളിയറിയാനും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഒന്ന് ചേഞ്ച് വരുത്താനൊക്കെ പറ്റിയ നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ പറയാനായിട്ടുണ്ടോ? ഞാൻ അച്ഛൻ നേരത്തെ പറഞ്ഞപ്പോഴും ആലോചിക്കായിരുന്നു വെച്ചാൽ, നമ്മളെപ്പോഴും പറയും പാരൻസ് ആണ് ആദ്യത്തെ അധ്യാപകര്. അത് വളരെ ശരിയാണെന്ന് തോന്നുന്നു. കാരണം സ്ട്രെസ് ചെയ്ത് പറഞ്ഞോളൂ, പേരൻസ് ആണ് ആദ്യത്തെ അധ്യാപകര്, ബാക്കി അധ്യാപകരൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുന്നു. ശരിക്കും അത് മുമ്പൊന്നും അതിന്റെ ആ ബ്യൂട്ടി എനിക്ക് അത്ര ആസ്വദിച്ചിട്ടില്ല. കാരണം അവര് ഇടുന്ന അടിസ്ഥാനത്തിന്മേൽ
അത് അവർ അടിത്തറ ഇട്ട് കൊടുക്കാണ്. ആ അടിത്തറയമേ നമ്മൾ പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് വരികയാണ് ശരിക്കും. ചിലപ്പം ഒരു അധ്യാപകന് ഒരു കട്ട വെക്കണ റോളേ ഉണ്ടാവുള്ളൂ. ഒന്ന് അടുത്ത ആളൊന്ന് അല്പം സിമെന്റ് ഇട്ട് കൊടുത്തു, അടുത്ത ആൾ അല്പം കട്ട. മനോഹരമായ ബിൽഡിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ രൂപപ്പെടുത്തുന്നത് പോലെ അത് പയ്യെ ഈ പാരൻസിനെ അവരുടെ ഒപ്പം സഹായിച്ച് അവരൊന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള റോളാണ് ശരിക്കും അധ്യാപകർക്കുള്ളത്. ടീച്ചർ പറഞ്ഞപ്പോൾ ആലോചിക്കാൻ അധ്യാപകർ കൊടുക്കുന്ന സ്പിരിച്വൽ ഫോർമേഷനോളം മെച്ചപ്പെട്ട സാധനം വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ശരിക്കും നേരത്തെ ഞാൻ ചേച്ചി പറഞ്ഞപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ടീച്ചർ കൊന്തയിലെന്ന് കാണുന്നത് ഇതൊക്കെ എന്തൊരു റോൾ മോഡലാണെന്ന് അറിയാം. പിള്ളേരുടെ മനസ്സിൽ അതൊരു എവർഗ്രീൻ പിക്ചറായിട്ട് അങ്ങ് പേസ്റ്റ് ചെയ്യപ്പെടുക. കാരണം ഈ കൊന്ത ചെല്ലുന്നത് നമ്മൾ വീട്ടിൽ പറയാറുണ്ട്, കൊന്തയെല്ലാം ആ സെയിം സാധനം നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴും കിട്ടുമ്പോൾ ഇത് സംതിങ് ഡിഫറെന്റ് ആണ്, അത് നല്ലതാണ്, അത് വേണ്ടതാണെന്നുള്ള ടീച്ചർ ഐഡിയൽ ഫിഗർ ആണല്ലോ. അത് ഈ കൊന്തയിലെന്ന പോലെ തന്നെ എനിക്ക് വേറൊരു എക്സ്പീരിയൻസും എൻ്റെ ലൈഫിലുണ്ടായി. ഇപ്പം രണ്ടാമത്തവന് സ്വിമ്മിങ്ങിന് സാധാരണ ഇവർക്ക് അവരുടെ കരിക്കുലത്തിൽ സ്വിമ്മിങ് ഉണ്ട്, എന്നാലും എക്സ്ട്രാ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വൈകുന്നേരം അപ്പോൾ ഒരു 5 മണി വരെയൊക്കെ നിൽക്കണം. അപ്പം കുറച്ച് പേരെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടാണ് ആ കോച്ചിങ് നടക്കുന്നത്. അപ്പോൾ ഇവനിങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേനും ഞാനിങ്ങനെ അവനോട് പറയടാ, നീ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ആയിരിക്കണം, ഒത്തിരി പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്, നിങ്ങളുടെ സംസാരമൊക്കെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യില്ല കേട്ടോ എന്നൊക്കെയുള്ള നമ്മുടെ ഒരു കൺസേൺ നമ്മൾ കൺസേൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനാണ് അവൻ അടുത്ത ഡയലോഗ് പറഞ്ഞത്, എൻ്റെ നീന്തൽ പഠിപ്പിക്കുന്ന മിസ് ഉണ്ടല്ലോ, സ്വിമ്മിങ് മിസ് പറഞ്ഞേക്കുന്നത്, നീന്തുമ്പോൾ നന്മ പറഞ്ഞ അല്ലാതെ നീന്തരുത്. അത് അപ്പൊ നമ്മള് ആരായി, നമ്മള് വീണ്ടും അപ്പം പിള്ളേരെ വീട്ടിൽ കിട്ടുന്നതിനേക്കാളും അവർക്ക് ഈ പ്രായത്തിൽ ടീച്ചേഴ്സ് കാണിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ നീന്തുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, കഴുത്തിലൊരു കൊന്ത എന്തായാലും എനിക്ക് വേണം, അത് മിസ് പറഞ്ഞാണ് കഴുത്ത കൊന്ത വേണം, അപ്പം കൊന്ത ഇട്ടുകൊണ്ടേ പുള്ളി പോകത്തുള്ളൂ, ക്ലാസ്സിൽ പോകത്തുള്ളൂ. എന്നെ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച സിസ്റ്റേഴ്സ് ആയിരുന്നു, ഞങ്ങളുടെ സെയിം സിസ്റ്റേഴ്സ് ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ വാശിയായിരുന്നു എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ, എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാൻ. ഇപ്പോൾ കൊന്തമാസത്തിലൊക്കെ എല്ലാ ദിവസവും പുലർച്ചെ, കാരണം ഇതെല്ലാം എഴുതുന്നറിയാമോ, അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിളിച്ച് സമ്മാനമൊക്കെ തരിക പബ്ലിക്കായിട്ട് വിളിച്ച്, എല്ലാ ദിവസവും കൊന്തയ്ക്ക് പള്ളി വന്നവർ എല്ലാ മാസത്തിനും അവസാനം സമ്മാനമുണ്ട്. എന്തൊരു പ്രോത്സാഹനം ഇവരൊക്കെ നമുക്ക് തന്ന് വളർത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ സിസ്റ്റേഴ്സിനെ കൂട്ടുപിടിച്ച് പള്ളിയിൽ പോകാൻ, ടീച്ചേഴ്സിൻ്റെ കൂടെ പോയി കൊന്തയെല്ലാം ഒക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയ ഫോർമേഷനാണ് തന്നേക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ ഇത്രയും നേരം ടീച്ചേഴ്സിന് നമ്മുടെ മേലുള്ള കുഞ്ഞുങ്ങളുടെ മേലുള്ള ഒരു റോളും അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ മറുപുറമായിട്ട് ഈ പഠിപ്പിരുന്ന പ്രക്രിയയിൽ ടീച്ചേഴ്സിന് നമ്മൾ അങ്ങോട്ടുള്ള വലിയൊരു സപ്പോർട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ പേരൻസൊക്കെ സ്കൂളിൽ, ഞാനൊരു കുറച്ചാൾ പഠിപ്പിച്ച സ്കൂളിൽ, അപ്പോഴേക്കും എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ളത് ഭയങ്കര സ്ട്രെസ്സാണ് പേരൻസ് ടീച്ചേഴ്സിന് കൊടുക്കുന്നത്. ഒരിക്കലും ടീച്ചർ വന്നിട്ട് പറഞ്ഞാൽ, എൻ്റെ പൊന്ന് ഫാദർ, നമ്മളും വീട്ടിൽ നിന്ന് എന്തൊരു കഷ്ടപ്പെട്ടാണ് വരുന്നത്, വീട്ടിൽ നിന്നെല്ലാം കുറേ പ്രശ്നങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് വരുന്നത്, ഇവിടെ വരുമ്പോഴത്തേക്ക് പേരൻസ് ക്യൂ നിന്നാണ് നമ്മൾ ചീത്ത വിളിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതെന്താണ്, ഞങ്ങൾ പൈസ തന്നിട്ടല്ലേ പഠിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് പ്രിയപ്പെട്ടവരെ അല്പം ബഹുമാനത്തോടും ആദരവോടും ഒക്കെ കൂടി തന്നെ നമ്മളെ അധ്യാപകർ നോക്കുകയും അവർക്കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ശരിക്കും വെച്ചാൽ അത് കറക്റ്റാണ്. ഇതൊരു കളക്റ്റീവായിട്ടുള്ള ഒരു അല്ലേ, ഒരുമിച്ചുള്ളൊരു എഫേർട്ടാണ്. അത് ശരിക്കും മാതാപിതാക്കൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മിക്ക സ്റ്റാഫ് റൂമിലും എനിക്ക് തോന്നുന്നു കരച്ചിലിന് വരെ ഇടയായിട്ടുണ്ട്, ടീച്ചേഴ്സ് കരച്ചിൽ വരെ ഇടയായിട്ടുണ്ട്. കാരണം മാർക്ക് കുറഞ്ഞു, എത്രയാണ് 1 മാർക്ക് കുറഞ്ഞു, എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് 1 മാർക്ക് കുറഞ്ഞു, എന്തുകൊണ്ട് ഇത് സിലബസ് ഇത്ര സ്ലോ ആയിട്ട് പഠിപ്പിച്ചു, എന്താണ് ഈ ചാപ്റ്റർ ഇങ്ങനെ അല്ലല്ലോ പഠിപ്പിക്കേണ്ടത്. ഇപ്പം അത് കാരണം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് റെഡിയായിട്ട് നിൽക്കുകയാണ്, ഇവരിങ്ങോട്ട് പാരൻസ് ഇങ്ങോട്ട് റിബലായിട്ട് വരുന്നത് ഇവർ നേരത്തെ കണ്ടുകൊണ്ട് ടീച്ചേഴ്സും ഓപ്പോസ് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്നുള്ള ലെവലിൽ പാരൻസിനെ ആരോപിച്ചോ കുട്ടിയെ ആരോപിച്ചോ അവർ നിൽക്കുകയാണ്. അപ്പം ഇത് ഇംബാലൻസ് ശരിക്കും പറഞ്ഞാൽ പിള്ളേരുടെ ജീവിതത്തിലാണ് ഇത് സഫർ ചെയ്യുന്നത്. തരുന്ന സപ്പോർട്ട് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ടീച്ചർ നമ്മൾ വീട്ടിൽ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, വീട്ടിൽ ഈ കുട്ടി എങ്ങനെയാണ്, ഏതൊക്കെ സബ്ജക്റ്റാണ് ഇവന് പഠിക്കാൻ എളുപ്പം, എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് പഠിക്കാത്തത്, ക്ലാസ്സിൽ എങ്ങനെയാണ് ഇവൻ ഇരിക്കുന്നത്, അപ്പം ടീച്ചറിന്റെ ഒബ്സർവേഷൻ എന്താ, ഇങ്ങനെ രണ്ടുപേരുടെയും കൂടെ ഒരു ഐക്യം ഉണ്ടെങ്കിൽ ബ്യൂട്ടി. അതിനുപരിയായിട്ട് മാർക്ക് എത്ര വാങ്ങിക്കുന്നു, A+ ഉണ്ടോ, ഇതിനെപ്പറ്റി കൂടുതൽ കൺസേൺ ആവുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഈ പിള്ളേർ ഇതിനിടയ്ക്ക് കിടന്നുകൊണ്ട് ഒരു കാര്യം ഉണ്ടെങ്കിൽ അടിയാണല്ലോ, നമ്മൾ ഈ വീടുകളിൽ ടീച്ചേഴ്സിന്റെ കുറ്റം പറയാതിരിക്കുക കാര്യം. അത് നമ്മളത് ചെയ്യും. അല്ലെങ്കിൽ പിള്ളേർ പലപ്പോഴും ടീച്ചറിനോട് അങ്ങനെ പറഞ്ഞു, എന്നെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ അത് അവരുടെ ഒരു റൈറ്റ് ആണെന്നും അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നുള്ള ഒരു രീതിയിൽ നമ്മളൊരു റിവേഴ്സായിട്ട് നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന ഒരു പിക്ചർ ഭയങ്കരമാണ്. ടീച്ചർ റൈറ്റ് ആണ്, എൻ്റെ പേരൻസും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു സാധനം ഇൻഡയറക്ട്ലി വരും. കുട്ടികൾ നമ്മൾ ടീച്ചറിനെ നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ, ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ, ഇങ്ങനെ ഒന്ന് എഫേർട്ട് ഇട്ട് നോക്കിക്കേ, നീ നല്ല റിസൾട്ട്, അപ്പോൾ ടീച്ചറിന്റെ സന്തോഷം നിനക്ക് കാണാൻ പറ്റും, നീ അത് കാണും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പ്രോത്സാഹനമായി. ഉറപ്പായിട്ട് നമ്മൾ ആ ടീച്ചേഴ്സിനെ ബഹുമാനിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ പറഞ്ഞു കൊടുക്കണം. നമുക്ക് സമയത്തിന്റെ പരിമിതി പോലും നമ്മൾ നിർത്തുകയാണ്. ഇനിയും കുറേ കാര്യങ്ങൾ ഇവർക്ക് 3 പേർക്കും പറഞ്ഞു തരാനുണ്ട് നമുക്ക്.
മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ ആത്മകഥയിൽ കുറ്റവും ശിക്ഷയും എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് അദ്ദേഹം മനോഹരമായ ഒരു അനുഭവം, ബാല്യകാല അനുഭവം പറഞ്ഞിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പഠിപ്പിച്ചൊരു തോമസ് മാഷുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പരീക്ഷയുടെ സമയത്ത് കോപ്പി അടിച്ചപ്പോൾ തോമസ് മാഷ് സൈഡിൽ ഇരിപ്പുണ്ടെങ്കിലും അദ്ദേഹം കണ്ടുപിടിക്കുന്നതിന് ഉപരിയായിട്ട് ചെക്കിങ്ങിന് വന്ന പ്രധാന അധ്യാപകൻ കണ്ടുപിടിച്ചു. പ്രധാന അധ്യാപകൻ ഇത് വലിയൊരു കേസായിട്ട് അങ്ങ് പൊക്കിയെടുത്തു. പിറ്റേ ദിവസത്തെ അസംബ്ലിയിൽ വെച്ച് കൊച്ചിന് പബ്ലിക്കായിട്ട്, അങ്ങനെയൊക്കെയാണ് പഴയ ശിക്ഷ, കൊച്ചിന് പബ്ലിക്കായിട്ട് തല്ലും മാപ്പ് പറയിപ്പിക്കുമെന്ന് ഭയങ്കര ശിക്ഷ അവിടെ. തോമസ് സാറ് കട്ടായം പറഞ്ഞു, ഞാൻ സമ്മതിക്കത്തില്ല, കാരണം അവൻ തെറ്റ് ചെയ്തിട്ടില്ല. സാറ് പറഞ്ഞു അതങ്ങനെ, പ്രധാന അധ്യാപകൻ അതങ്ങനെ പറ്റുന്നത്, അവൻ കോപ്പി അടിച്ച് ഞാനാണ് പിടിച്ചത്. അപ്പോൾ സാറ് പറയുകയാണ്, അവൻ തെറ്റിയതല്ല സാറേ, ഞാൻ എൻ്റെ ഉത്തരവാദിത്വം പാലിക്കാഞ്ഞുകൊണ്ട് അവൻ കോപ്പി, അതുകൊണ്ട് സാറ് നാളെ എന്നെ തല്ലണമെന്ന് പറഞ്ഞു. ഞാൻ നാളെ സാറിനെ തല്ല് മേടിക്കാൻ വേണ്ടി അസംബ്ലിയുടെ സമയത്ത് മുമ്പോട്ട് കയറി വരുമെന്ന് പറഞ്ഞു. പ്രധാന അധ്യാപകൻ പെട്ടുപോയി. രാവിലെ തോമസ് സാറ് പ്രധാന അധ്യാപകൻ വിളിച്ചു പറഞ്ഞു, ഇന്നലെ കോപ്പി അടിച്ച് പിടിച്ച കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, കോപ്പി അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട്. പക്ഷേ തോമസ് സാറ് പറഞ്ഞു, തോമസ് സാറ് ഈ കുട്ടിക്ക് വേണ്ടി, കുട്ടിയുടെ തെറ്റിന് വേണ്ടി സാറ് അടി വാങ്ങും, അതുകൊണ്ട് സാറ് ഇപ്പോൾ ഒന്ന് അടി മേടിക്കുന്നുണ്ട്. അപ്പോൾ സാറ് കൈ നീട്ടിയിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞു, കൊച്ചിൻ്റെ തെറ്റിന് വേണ്ടിയല്ല ഞാൻ അടി വാങ്ങിക്കുന്നത്, ഞാൻ ചെയ്ത തെറ്റിന് വേണ്ടിയാണ് അടി വാങ്ങിക്കുന്നത്, എൻ്റെ ഉത്തരവാദിത്തം വീഴ്ച പോയി. അപ്പോൾ സാറ് കൈ നീട്ടി, പ്രധാന 3 അടിയാണ് ശിക്ഷ. പ്രധാന 1ാമത്തെ അടി അടിച്ചപ്പോൾ തന്നെ മറ്റേ കോപ്പി അടിച്ച് കൊച്ചു പുറകിൽ നിന്ന് ഓടി വന്ന് സാറിൻ്റെ കാല വീണ് കരഞ്ഞു, ഇനി എൻ്റെ സാറിനെ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ കുഞ്ഞുങ്ങളും കരച്ചിലിന് വക്കോളായി. എന്നിട്ട് ആ കുഞ്ഞ് പിന്നീട് വളർന്ന് വലിയ ഉത്തരവാദിത്തങ്ങളുള്ള വലിയ നിലയിലെത്തിയ ആ കൊച്ചിൻ്റെ ജീവിതം അതോടെ മാറ്റിമറിക്കപ്പെട്ടെന്ന് പറയുന്നത്, ആ കുഞ്ഞുങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിതം. ഇതാണ് അധ്യാപനത്തിൻ്റെ വലിയൊരു വരം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ശരിക്കും അറിവ് ദൈവമാണ്. അറിവായ ദൈവത്തെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന, നമുക്കെല്ലാവർക്കും ആദ്യത്തെ ഈശോയെ പറ്റിയൊക്കെ നല്ല അനുഭവങ്ങൾ പറഞ്ഞു തന്നതും വിശുദ്ധരെ പരിചയപ്പെടുത്തുന്നതുമല്ല നമ്മുടെ ചെറിയ ക്ലാസ്സിൽ നഴ്സറി ക്ലാസ്സിലെ അധ്യാപകരും 1, 2, 3 ക്ലാസ് പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ, അവരൊക്കെ നന്ദിയോടെ നമുക്ക് ഒരു ദിവസം ഓർക്കാം. അവർ നൽകിയ വലിയൊരു ലോകം, ഒരു വെട്ടം, ഒരു വെളിച്ചം ഈശോയെ കാണിച്ചതിനൊക്കെ നമുക്ക് നന്ദിയുള്ള മനുഷ്യരായിരിക്കാം. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ കുടുംബത്തോടൊപ്പം ഒന്നും പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് നിന്ന് കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് മാതാപിതാക്കളോടൊക്കെ ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഏറ്റവും വലിയ അധ്യാപകനായ ഈശോയെ, ഞങ്ങൾക്ക് നാളിതുവരെ നൽകിയ എല്ലാ അധ്യാപകർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പഠിക്കാൻ നൽകിയ നല്ല സ്കൂളുകളെ ഓർത്ത്, ഞങ്ങൾ നല്ല അധ്യാപകരെ ഓർത്ത്, ഞങ്ങൾക്ക് അവർ നൽകിയ നല്ല വെട്ടത്തെ ഓർത്ത് തമ്പുരാനെ, എല്ലാം നിനക്ക് ഈ നിമിഷം ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ എവിടെയാണെന്നോ അവർ ജീവിതാവസ്ഥ എന്താണെന്നോ ഞങ്ങൾക്ക് അറിയില്ല. പലരൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. അവർ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യാപനത്തെ വലിയ വരമായി തന്നെ, വിളിയായി തന്നെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മൂല്യങ്ങളും, ഞങ്ങളുടെ ഒത്തിരി മൂല്യശ്രേണികൾ ക്രമപ്പെടുത്താനും സാൻമാർഗിക ജീവിതം ക്രമപ്പെടുത്താനൊക്കെ അവരെടുത്ത എല്ലാ എഫേർട്ടുകളും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ ഏതെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ അധ്യാപകരിൽ നിന്ന് മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഹീലിങ്ങിന് വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മുറിവുകളൊക്കെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും അധ്യാപകർ അവരുടെ പഠിപ്പിനിടയിൽ അവർക്ക് മുറിവേൽക്കപ്പെട്ടിട്ട്, ഞങ്ങളിലൂടെ അവർ മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ നാണം കെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു അധ്യാപകനെങ്കിലും ഈ ഭൂമിയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അവരുടെ മാപ്പ് അപേക്ഷിക്കുന്നു. കാരണം അവരാണ് അങ്ങയെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ദൈവസ്നേഹം എന്തെന്നും ദൈവം ആരെന്നും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അവരെല്ലാം നന്ദിയോട് ഓർക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ പഠനത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. അവരുടെ പഠനത്തിന് വേണ്ട എല്ലാ കുറവുകളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും അധ്യാപകർക്ക് എല്ലാ എഫേർട്ടിനെയും ഒന്നു ചേർന്ന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അവരുടെ അധ്യാപകരും സ്കൂളും നിറഞ്ഞ് വിശുദ്ധിയുടെ ഇടമായിട്ടും ദൈവിക ജ്ഞാനത്തിൻ്റെ ഇടമായിട്ടും ബോധജ്ഞാനത്തിൻ്റെ ഇടമായിട്ടും ഞങ്ങളുടെ അധ്യാപകരും സ്കൂളുകളും മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് നന്ദിപൂർവ്വം അധ്യാപകരെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി തലകൊടുക്കുമ്പോഴാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ സാധിക്കുമെങ്കിൽ പണ്ടൊക്കെ പഠിപ്പിച്ച, പ്രത്യേകിച്ച് ആദ്യ സമയങ്ങളിലൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് ഈ രാത്രിയിൽ ഒന്ന് വിളിച്ച് ഒരു നന്ദിയൊക്കെ അറിയിക്കുമെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും. എല്ലാവർക്കും ശുഭരാത്രി.
മധുരമോ